ചുറുചുറുക്കുള്ള ഒരു ദിവസത്തിൻ്റെ തുടക്കം ചിലപ്പോൾ നല്ല ഒരു കപ്പ് കാപ്പിയിൽ നിന്നുമാകും. നല്ല മണവും രുചിയും ഒക്കെയുള്ള കാപ്പി ആരെയും ആകർഷിക്കും. പറഞ്ഞു വരുന്നത് ദുബായിൽ നടന്ന വേൾഡ് കോഫി മേളയെക്കുറിച്ചാണ്. 60ഓളം രാജ്യങ്ങളിൽ നിന്നുമുള്ള കാപ്പിയുടെ വൈവിധ്യങ്ങളാണ് മേള പങ്കുവച്ചത്. കടുപ്പത്തിലൊരു കാപ്പിയും ചെറുകടിയും. മലയാളിയുടെ വൈകുന്നേരങ്ങൾക്ക് സൗന്ദര്യം കൂട്ടാൻ മറ്റൊന്നും വേണ്ട. എത്യോപ്യയിൽ തുടങ്ങി ലോകം മുഴുവൻ വ്യാപിച്ച കാപ്പിയുടെ കഥയും കാഴ്ചയുമാണ് ദുബായ് വേൾഡ് ഓഫ് കോഫി മേള പങ്കിട്ടത്. ലോകത്ത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ബ്രസീൽ മുതൽ 60ഓളം രാജ്യങ്ങൾ പങ്കെടുത്ത കാപ്പിയുടെ ഉത്സവം. പതിനഞ്ചാം നൂറ്റാണ്ടിൽ യമനിലെത്തിയ കാപ്പി കൃഷി പിന്നീട് ഇങ്ങോട്ട് അറബ് ജനതയുടെ ഇഷ്ടപാനീയങ്ങളിൽ ഒന്നായി. പേർഷ്യ, ഈജിപ്ത്, പഴയ ഓട്ടോമൻ സാമ്രാജ്യം, ഇങ്ങനെ കാപ്പി പലയിടങ്ങളിലേക്കായി വളർന്നു. സൗഹൃദങ്ങളിലും അതിഥികളെ സ്വീകരിക്കുമ്പോഴും വലിയ ചർച്ചകളിലും കാപ്പിയുടെ രുചി വൈവിധ്യം സന്തോഷം നിറച്ചു. We use Indian coffee, we use the Brazilian coffee for a lot of our mix for the Arabic coffee and Turkish coffee. Okay, so it depends on what you are drinking actually. Coffee is a big world and there are people who are specialized in the specialty coffee. Their requirement is different from the people who want like the Arabic coffee and Turkish coffee. So I cannot tell which coffee you know, it's a different taste. It's a taste which you like. ലോകത്തിലെ ഏറ്റവും മികച്ച കാപ്പി ഉൽപാദകരും വിതരണക്കാരുമാണ് 3 ദിവസത്തെ വേൾഡ് ഓഫ് കോഫി മേളയിൽ പങ്കെടുത്തത്. രുചിയേറിയ കാപ്പിക്കൂട്ടുകളും പരീക്ഷണങ്ങളും അവർ പരിചയപ്പെടുത്തി. വേൾഡ് ട്രേഡ് സെന്ററിലെ എക്സിബിഷനിൽ ഉദ്ഘാടകനായി എത്തിയ UAE സാമ്പത്തിക കാര്യമന്ത്രി അബ്ദുള്ള ബിൻ തൗക്ക് അൽമാരി ഓരോ സ്റ്റോളുകളും സന്ദർശിച്ചു. സ്പെഷ്യാലിറ്റി കോഫി അസോസിയേഷൻ UAE ചാപ്റ്റർ CEO ഖാലിദ് അൽമുല്ല അടക്കമുള്ളവരുമായി അദ്ദേഹം കാപ്പി വൈവിധ്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു. അത്രത്തോളം പ്രിയങ്കരമാണ് അറബികൾക്ക് കാപ്പി. Specialty coffee industry, it's booming. Especially Middle East is one of the fastest growing areas in the world when it comes to specialty coffee. And we can see it on the soft floor. Like if you go to the Roasters Village, you can see all these small businesses and roasters that they have done an amazing job. I think people like coffee, it's about people. We are a very vibrant community, and the important thing is that we're trying to make coffee better. We're trying to make coffee more sustainable, equitable, and thriving as an activity for the entire value chain. And seeing the people that you see here have shared this passion, and we have this common purpose. 3ാം തവണയാണ് വേൾഡ് ഓഫ് കോഫി മേളയ്ക്ക് ദുബായ് വേദിയാകുന്നത്. മിഡിൽ ഈസ്റ്റിൽ നിന്നുമായിരുന്നു കൂടുതൽ പ്രാതിനിധ്യം. കുങ്കുമം, ശംഖുപുഷ്പം, ചെമ്പരത്തി, ഇഞ്ചി തുടങ്ങി മലയാളികൾക്ക് പ്രിയങ്കരമായ വൈവിധ്യമാർന്ന കാപ്പി. അറബികൾ ഇഷ്ടപ്പെടുന്ന വിഭവങ്ങൾ വേറെയും. The coffee market is a very big growing market, okay? But the more you are able to be specialized, again, give something be different from the others, okay? People they have to understand what is the advantage of coming to you, okay? And that is what we are trying to always show the people, that we are able to give them something different, something special, something authentic, something original, okay? Which is very important. We take care of our recipes, we take care of the health issues, we care about giving the customer the right coffee for his requirement, okay? So credibility is very important also. കാപ്പിക്കുരുവിലെ കരവിരുതാണ് ഇത്. ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിൽ നിന്നും എത്തിയ ജോർജ് ഒരുക്കിയ അതിസുന്ദര ചിത്രങ്ങൾ. It is different way because 2 points. First points, it is unique art, and also it's amazing for people when you find your message by strong materials and different materials. So your message will be strong for these people. ജോർജിന് കാപ്പി കുടിക്കാനുള്ളത് മാത്രമല്ല, വർണ്ണക്കൂട്ടുകൾ ഒരുക്കി വിസ്മയിപ്പിക്കാനുള്ളതാണ്. പ്രത്യേക രീതിയിൽ ചൂടാക്കിയാണ് വിവിധ നിറത്തിലുള്ള കാപ്പിക്കുരു ചിത്രരചനയ്ക്കായി ജോർജ് ഒരുക്കുന്നത്. 8 വർഷമായി ഈ പരീക്ഷണം തുടങ്ങിയിട്ട്. When you bring green coffee, okay,
And green coffee, you make it by heat. You will change colors. Independent your design, you can stop heat, and also you can using these colors. കാപ്പിയുടെയും കാപ്പിപ്പൊടിയുടെയും നിർമ്മാണത്തിലെ പുതിയ സാങ്കേതിക വിദ്യയും മേള സന്ദർശകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. കാപ്പി ഒരുക്കാൻ വീട്ടിലും ഓഫീസുകളിലും വൻകിട വ്യവസായ സ്ഥാപനങ്ങളിലും ആവശ്യമായ ഉപകരണങ്ങളുടെ പ്രദർശനവും വേൾഡ് ഓഫ് കോഫിയെ വേറിട്ടതാക്കി. എത്യോപ്യൻ മലനിരകളിൽ നിന്നും എത്തിയ ചെറിയ കാപ്പിക്കുരു ലോകത്തെ എങ്ങനെ മാറ്റിയെന്ന് ഈ മേള പറഞ്ഞു തരും. സ്നേഹത്തിന്റെയും ആതിഥ്യമര്യാദയുടെയും സംസ്കാരത്തിന്റെയും രുചിയിലും മണത്തിലും കാപ്പി ഒരു ലോകത്തെ തന്നെ ഒരുമിച്ച് നിർത്തുകയാണ്.